ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു വലിയ ലക്ഷ്യം വെച്ച് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഒരുപക്ഷെ ഒരു പരീക്ഷയെ ലക്ഷ്യം വെച്ച് ഇത്രയും നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഇതാദ്യമായിരിക്കും. അതിൻ്റെ റിസൾട്ട് 100% നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന ആശംസയോടെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് LDC അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന LDCയുടെ ഏകദേശ നോട്ടിഫിക്കേഷൻ, അതിനുശേഷമുള്ള വീഡിയോയിൽ പ്രായപരിധി, സിലബസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എന്തൊക്കെ പഠന സാമഗ്രികളെ ആശ്രയിച്ച് പഠിക്കണം എന്ന് തീരുമാനമെടുത്തത്. ഈ 3 വീഡിയോകളും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ. ഇതെല്ലാ പ്രസിദ്ധീകരണങ്ങളും എല്ലാവർക്കും വാങ്ങിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇനിയൊരു 1000 ദിവസം നിങ്ങളുടെ മുന്നോട്ടുണ്ട്. ഈ 1000 ദിവസം കൊണ്ട് LD ക്ലർക്കിൻ്റെ മാക്സിമം പറ്റുന്ന പോർഷനുകൾ കവർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് സിലബസ് അധിഷ്ഠിതമാണ്, പക്ഷേ റെഗുലർ ക്ലാസ്സുകളായിരിക്കില്ല. തൊഴിൽ വീതിയിൽ വന്നിരിക്കുന്ന ഈ ഒരു പങ്ക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രശസ്തനായ സുജേഷ് സാറാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലെ തൊഴിൽ വീതിയിലും ഓരോ സ്പെഷ്യൽ ടോപ്പിക് എടുത്തിട്ട് ആ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് SCERT പാഠഭാഗങ്ങളിലുള്ളതും ഇതുവരെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒക്കെയായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുന്ന വളരെ വിശാലമായ സ്പെഷ്യൽ ടോപ്പിക്സ് അതായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുക. ഒരു എക്സാം വിന്നറിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു 10-30 പേജസ് കാണും. അത് കാര്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും എടുക്കും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് അതാഴ്ചകളിലെ പഠിച്ച് മുന്നോട്ട് പോകാം. ഇന്നെടുക്കുന്ന ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയാം, LD ക്ലർക്കിനല്ല, ഇനി വരാൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷയ്ക്കായാലും ഒട്ടുമിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ടോപ്പിക്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നുമുള്ള സാധ്യതാ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും. 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം നമ്മുടെ ഗവൺമെൻറ്, 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം നമ്മുടെ ഭരണഘടന, 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക്. ആദ്യ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി. 1949 നവംബർ 26. 1949 നവംബർ 26. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഭരണഘടന അംഗീകരിച്ചത് 49 നവംബർ 26, പ്രാബല്യത്തിൽ വന്നത് ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചത് 2015. ദേശീയ നിയമ ദിനം എന്നും നവംബർ 26 അറിയപ്പെടുന്നു. വ്യത്യസ്തമായ ചോദ്യങ്ങൾ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഒരു തവണ കൂടി വായിച്ച് പഠിക്കുക. അടുത്ത ചോദ്യം,
തുല്യ ജോലിക്ക് തുല്യവേതനം, സൗജന്യമായ നിയമസഹായം, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഭരണഘടനയുടെ ഭാഗം 4. ഭരണഘടനയുടെ 4-ാമത്തെ ഭാഗത്ത് അനുച്ഛേദം 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 36 മുതൽ 51 വരെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുരോഗതിക്ക് ഓരോ പൗരനും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, അതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഗാന്ധിയൻ ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 4-ാം ഭാഗം അനുച്ഛേദം 36 മുതൽ 51 വരെ. മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. സ്ഥിരമായിട്ട് കടമെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുണ്ട്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, അറിയാവുന്ന ഉത്തരവുമാണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഭാഗത്ത് വരുന്ന പ്രസ്താവനകളുടെയും തത്വങ്ങളുടെയും ഭാഗമാണ് ആമുഖം. ആമുഖത്തെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി 1949 നവംബർ 26 എന്ന തീയതിയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ദിവസം. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നും, ആമുഖം അമേരിക്കയിൽ നിന്നും. അതൊരു കോഡായിട്ട് പഠിക്കുക. ആമുഖം അമേരിക്ക, ആമുഖം അമേരിക്ക. അടുത്ത ചോദ്യം, ഈ കൂട്ടത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. നമ്മുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെൻറ്റ് ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം 5. പാർലമെൻറ്റിനെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ? രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 നിലനിർത്തിയിരിക്കുന്നു. ഇതിൽ 238 അംഗങ്ങളെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കും. 238 പേരെ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുക്കും. 12 പേരെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും, അഥവാ നാമനിർദ്ദേശം ചെയ്യും. രാജ്യസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഭരണഘടനയിലെ 80-ാം വകുപ്പ്. രാജ്യസഭ നിലവിൽ വന്ന തീയതി 1952 ഏപ്രിൽ 3. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. കാരണം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖത്തെയാണ്.
ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഇവിടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, തെറ്റിപ്പോകരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി, തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല, താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ, ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അടിസ്ഥിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇതാരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് അദ്ദേഹമാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനയുടെ ഭേദഗതി 86ാം ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം. നിലവിൽ വന്നത് 1950 ജനുവരി 26. ആദ്യമായി ഭേദഗതി വരുത്തിയത് 1951. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം, പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, നീതിന്യായ വിഭാഗം. ഒരു രാജ്യത്തിൻ്റെ നിയമം വ്യാഖ്യാനിക്കാനും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും കുറ്റാരോപിതരെ വിചാരണ ചെയ്യാനുമുള്ള സംവിധാനത്തിൻ്റെ പേരാണ് നീതിന്യായ വ്യവസ്ഥ. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 124. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ദിവസം. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന മണി ബിൽ, അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഇവിടുത്തെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്, അതുകൊണ്ട് ഓരോന്നായിട്ട് പഠിക്കുക. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ 110-ാം അനുച്ഛേദം. ലോകസഭ പാസാക്കി രാജ്യസഭയുടെ അംഗീകാരത്തിനായി അയക്കുന്ന മണി ബില്ലുകൾ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചിരിക്കണം. പ്രസിഡന്റിൻ്റെ ശുപാർശയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ളൂ.
രാജ്യസഭയിലേക്ക് കൈമാറുമ്പോൾ മണി ബില്ലിൽ ലോക്സഭാ സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. രാജ്യസഭയ്ക്കൊരിക്കലും മണി ബില്ല് ഭേദഗതി ചെയ്യാനോ നിരസിക്കാനോ കഴിയില്ല. രാജ്യസഭയുടെ ശുപാർശകളോടെയോ അല്ലാതെയോ മണി ബില്ല് ലോക്സഭയിൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തിക്കണം. മണി ബില്ലുമായി ബന്ധപ്പെട്ട രാജ്യസഭയുടെ ശുപാർശകൾ തള്ളാനോ അംഗീകരിക്കാനോ ലോക്സഭയ്ക്ക് അംഗീകാരമുണ്ട്. ലോക്സഭയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ മണി ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം മണി ബില്ല് ലോക്സഭയിൽ ഇത് ചെയ്യും. ലോക്സഭാ സ്പീക്കർ അത് സർട്ടിഫൈ ചെയ്ത് രാജ്യസഭയ്ക്ക് അയക്കും. 14 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ശുപാർശ വയ്ക്കാം, ഇല്ലെങ്കിൽ വയ്ക്കാതിരിക്കാം. മണി ബില്ല് ലോക്സഭയിൽ തിരിച്ചെത്തും. അവിടെ നിന്നാണ് അത് രാഷ്ട്രപതിക്ക് അയക്കുക. സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തതേത്? ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ് തുല്യത. ആർട്ടിക്കിൾ 14 വെച്ച് മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയോ ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ തുല്യ പരിരക്ഷയോ നിഷേധിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 15 വെച്ച് മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം അല്ലെങ്കിൽ അവയിൽ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനോടും വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള തൊഴിൽ, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം. ആർട്ടിക്കിൾ 17 നമുക്കെല്ലാവർക്കും അറിയാം, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 സൈനികവും അക്കാദമികവും ഒഴികെയുള്ള എല്ലാ പദവികളും നിർത്തലാക്കൽ. ലോക്സഭയുടെ അധ്യക്ഷൻ ആര്? നമുക്കെല്ലാവർക്കും അറിയാം, ലോക്സഭാ സ്പീക്കർ. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതും പാർലമെൻറ്റ് കമ്മിറ്റിയിലെ ചെയർമാൻമാരെ നിയോഗിക്കുന്നതും സ്പീക്കറാണ്. അധോ മണ്ഡലം എന്നറിയപ്പെടുന്നത് ലോക്സഭ, ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ പ്രധാന ഗാന്ധിയൻ ആശയങ്ങൾ ഏതെല്ലാം? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നിരോധിക്കുക, ഗോവധം നിരോധിക്കുക. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം 40. കുടിൽ വ്യവസായം അനുച്ഛേദം 43. മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും നിരോധനം അനുച്ഛേദം 47. ഗോവധ നിരോധനം അനുച്ഛേദം 48. ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ 17 എണ്ണമുണ്ട്. നമുക്കറിയാം, കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടന. സപ്രൂ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരു 6-7 പേജിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. 100% ഇനി വരാൻ പോകുന്ന 10th മെയിൻസ്, അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തികകൾക്കെല്ലാം ഈ ഒരു പങ്ക്തി പ്രയോജനം ചെയ്യും എന്ന വിശ്വാസത്തോടെ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റുകൾ നിരവധി വരും, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരും. എങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ഒരു കർത്തവ്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വരി കമൻറ്റ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.